ഇന്ന് ഞാൻ നല്ല നാടൻ ചൂരമീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ചൂരമീൻ്റെ തലക്കറി മാത്രമല്ല കേട്ടോ, ചൂരമീനോ ഇനിയിപ്പോൾ വേറെ ഏത് മീനിൻ്റെ തലയാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതാ മീൻ നല്ല കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പണികളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ ഞാൻ ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണ സാധാ മല്ലിപ്പൊടി ആവുന്നതുകൊണ്ട് നമ്മൾ നന്നായി ചൂടാക്കി എടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മല്ലി വറുത്ത് പൊടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ പൊടി രണ്ടാമത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ വല്ലാണ്ട് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയുടെ വറവ് ആയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടതാ അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരും. പിന്നുണ്ടല്ലോ നല്ലൊരു മണം വരും കേട്ടോ, നല്ലൊരു മല്ലിപ്പൊടീൻ്റെ നല്ലൊരു ആ വറവിൻ്റെ ഒരു മണം വരും. അപ്പം തന്നെ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ടിതാ ഞാനിതിലേക്ക് മുളക് പൊടി കൂടെ ചൂടാക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് കൂടെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേഗം തീ ഓഫ് ചെയ്യാം. പിന്നെ മുളക് പൊടി ഇത് ചൂടാക്കുമ്പോൾ മല്ലിപ്പൊടി ആദ്യം തന്നെ ഇടുമല്ലോ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട്, അപ്പം തന്നെ മുളക് പൊടി അതിൻ്റെ കൂടെ ഇടരുത് കേട്ടോ. മല്ലിപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഈ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറവായ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മൺചട്ടിയിൽ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതുപോലെ കട്ടില്ലാതെ അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ വലിയ ഉള്ളി തന്നെ വേണമെന്നില്ല, ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ. ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഉള്ളി ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതുപോലെ 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. ചില മുളക് നല്ല എരിവ് കുറവാകുമല്ലോ, ചിലത് നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് എടുക്കാം കേട്ടോ. പിന്നെ അതാ ചെറിയ 2 തക്കാളിയാണ്, നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യം ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഉലുവപ്പൊടി അങ്ങനെ ഇട്ടിട്ടുണ്ട് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഉലുവപ്പൊടി, അങ്ങനെയും വാങ്ങിച്ചിടാം കേട്ടോ. പിന്നെ അതാ 1/2 ടീസ്പൂൺ നമ്മൾ പൊടിച്ച വലിയ ജീരകമാണ്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി വലിയ ജീരകം പൊടിയില്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്താലും മതി കേട്ടോ വലിയ ജീരകം. പിന്നെ അതാ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് ഞെരടിയാൽ വേഗം തന്നെ കിട്ടും കേട്ടോ അതിന് പുളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുളി ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിന് പുളി ഉണ്ടെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ പുളി ആവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. പിന്നെ ഇതിൽ ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മീനിൻ്റെ തലക്കഷ്ണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനതിലേക്ക് നേരത്തെ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉലുവ പൊടിച്ചതില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ
ഉള്ളിയൊക്കെ വഴറ്റുമല്ലോ. ഉള്ളി വഴറ്റുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റിയാലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇനി ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം നന്നായി ഒന്ന് തിളച്ച് വേവട്ടെ. അത് കണ്ടോ, നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മീനൊക്കെ വെന്ത് വരുന്നുണ്ട്. അത് കണ്ടോ. അപ്പോൾ മീൻ നന്നായി വെന്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ കറിവേപ്പില കൂടെ ഈ ഒരു കറിയിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ മീനൊക്കെ എന്തായാലും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്താലും മൺചട്ടി ആവുകൊണ്ട് അത് നിൽക്കാൻ കുറച്ച് സമയം പിടിക്കും. എന്നിട്ട് ഇതാ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഇതാ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ മീൻ തലക്കറി ആയിട്ടുണ്ട്. ഇനി ഇത് ചോറ് കൂട്ടി അങ്ങോട്ട് കഴിക്കുക. വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ചോറിലേക്ക് മാത്രമല്ല കേട്ടോ, കപ്പയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീൻ തലക്കറി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.